അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ لا أقول ألف لام ميم حرف ولكن ألف حرف ولام حرف وميم حرف. ഇമാം തിർമിദി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഹദീസാണ് ഇത്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഒരു അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അവനത് ഒരു നന്മയാണ്. ഒരു നന്മക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം. അലിഫ് ലാം മീം എന്നത് ഒരൊറ്റ അക്ഷരമാണ് എന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് അലിഫ് ഒരക്ഷരമാണ്, ലാം ഒരക്ഷരമാണ്, മീം ഒരക്ഷരമാണ്. അഥവാ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 30 പ്രതിഫലം ലഭിച്ചു എന്നർത്ഥം. അലിഫിന്റെ വേറെ, ലാമിന്റെ വേറെ, മീമിന്റെ വേറെ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിലുടനീളം വലിയ അർത്ഥത്തിൽ പ്രതിഫലം നമുക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മറ്റൊന്നിനെ വായിച്ചാലും കിട്ടാത്തത്ര പ്രതിഫലം അള്ളാഹുവിന്റെ ഖുർആനെ വായിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിനാൽ വളരെ ആർത്തിയോടെ, താല്പര്യത്തോടെ എത്രത്തോളം ഖുർആന്റെ വായന, ഖുർആന്റെ പാരായണം വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം. നാം സ്ഥിരമായി പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകളിലും വലിയ സൂറത്തുകളിലുമെല്ലാം ഈ 10 ഇരട്ടി പ്രതിഫലം ഓരോ അക്ഷരത്തിനും ലഭിക്കും. നാം അത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വേണം. വിശുദ്ധ ഖുർആനിൽ നാം സ്ഥിരമായി പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഒരു ദിവസം എത്രയോ തവണ ഓതുന്ന സൂറത്താണ് അത്. ആ സൂറത്തിൽ 143 അക്ഷരങ്ങളാണ് ഉള്ളത്. 1430 പ്രതിഫലമാണ്, കൂലിയാണ് ഫാത്തിഹ പാരായണത്തിലൂടെ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്നത്. ദിനേന പലതവണ ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന 3 സൂറത്തുകളാണ് സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും സൂറത്തുൽ ഇഖ്ലാസും. ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകൾ. 47 അക്ഷരങ്ങളാണ് സൂറത്തുൽ ഇഖ്ലാസിലുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി കഴിയുമ്പോൾ 470 കൂലിയാണ് ലഭിക്കുക. 73 അക്ഷരങ്ങളാണ് സൂറത്തിൽ ഫലഖിലുള്ളത്. ആ സൂറത്ത് ഓതി കഴിയുമ്പോൾ 730 പ്രതിഫലം. 80 അക്ഷരങ്ങളാണ് ഖുൽ അഊദു ബി റബ്ബിന്നാസ് എന്ന് തുടങ്ങുന്ന സൂറത്തിലുള്ളത്. ആ സൂറത്ത് പാരായണം ചെയ്ത് കഴിയുമ്പോൾ 800 പ്രതിഫലം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യേണ്ട സൂറത്തുൽ കഹ്ഫിൽ 6552 അക്ഷരങ്ങളുണ്ട്. അഥവാ 65,520 പ്രതിഫലമാണ് സ്ഥിരമായി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലൂടെ ആഴ്ചതോറും ഒരു വിശ്വാസിയുടെ അക്കൗണ്ടിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കും മുമ്പ് മുടങ്ങാതെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിരുന്ന സൂറത്തുകളായ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ സജദ. സൂറത്തുൽ മുൽക്കിൽ 1347 അക്ഷരങ്ങളുണ്ട്. 13,470 പ്രതിഫലം. സൂറത്തു സജദയിൽ 1563 അക്ഷരങ്ങളുണ്ട്. 15,630 പ്രതിഫലം. സൂറത്ത് യാസീനിൽ 3068 അക്ഷരങ്ങളാണ് ഉള്ളത്. 30,680 പ്രതിഫലമാണ് യാസീന്റെ പാരായണത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുക. പ്രതിഫലം പരമാവധി വർദ്ധിപ്പിക്കാൻ പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ പാപം പുറത്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയായ റബ്ബനാ ലലംന അൻഫുസന വലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നതിൽ 51 അക്ഷരങ്ങളുണ്ട്. ആ ആയത്ത്
പ്രാർത്ഥന ആയത്ത് നിരന്തരമായി റമദാനിലും അല്ലാത്തപ്പോഴുമെല്ലാം നാം പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കേണ്ട ആയത്താണ്. 510 പ്രതിഫലം ആ ഒരു പ്രാർത്ഥനയ്ക്ക്. അങ്ങനെ തുടങ്ങി ഖുർആനിലുടനീളം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രതിഫലത്തെ പരമാവധി നേടിയെടുക്കുക. അതിനുവേണ്ടി പരമാവധി ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെ അള്ളാഹുവിലേക്കും അതുവഴി സ്വർഗത്തിലേക്കും അടുക്കുക. പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.